സുമേഷ്. ന്യൂക്ലിയസിന്റെ ഓൺലൈൻ കെമിസ്ട്രി വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എടുക്കാൻ പോണ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിസ്ട്രിയാണ്. അപ്പം ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു സ്റ്റഡിയാണ്. അതായത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഇലക്ട്രിക്കൽ എനർജി നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കെമിക്കൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് യഥാർത്ഥത്തിൽ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ആദ്യ ഭാഗം എന്ന് പറയുന്നത്, ഇതിനകത്ത് ജനറൽ ആയിട്ട് നമ്മൾ പറയുന്ന ടേം എന്ന് പറയുന്നത്, അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഗാൽവാനിക് സെൽ എന്ന് പറയുന്ന ഒരു സെല്ല് വെച്ചാണ് തുടങ്ങുന്നത്. ഓക്കെ, ഗാൽവാനിക് സെൽ. ഗാൽവാനിക് സെല്ലിന്റെ മറ്റൊരു പേര് നമ്മൾ വോൾട്ടായിക് സെൽ എന്ന് പറയും. വോൾട്ടായിക് സെൽ. അതുമല്ലെങ്കിൽ അതിനെ നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയും. ഇലക്ട്രോ കെമിക്കൽ സെൽ. അപ്പോൾ ഗാൽവാനിക് സെൽ ഓർ വോൾട്ടായിക് സെൽ, അതുമല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെൽ, ഇതെല്ലാം ഒറ്റ ഇതായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾ ടെസ്റ്റില് കൊടുത്തിട്ടുള്ളതിന്റെ ബേസ് നമ്മൾ ഫസ്റ്റ് ഇയർ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മൾ കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ട്, മീൻസ് റിഡോക്സ് റിയാക്ഷന്റെ ഫലമായിട്ടുണ്ടാവുന്ന കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ കഴിയുന്ന സെല്ലാണ് ഈ ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് സിങ്ക് കോപ്പർ സെല്ലാണ്. ഇതിനകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സെൽ എന്ന് പറയുന്നത് സിങ്ക് കോപ്പർ സെൽ. ഈ സിങ്ക് കോപ്പർ സെല്ലിനകത്ത് ഇത് പറയുന്നതിന് അതിന്റെ മറ്റൊരു പേരാണ് ഡാനിയൽ സെൽ എന്ന് പറയും. ഡാനിയൽ സെൽ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട സെല്ലാണ്. നിങ്ങൾ ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ കുറിച്ചാണ്. ഒരുപാട് ഏത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള ഏത് രണ്ട് മെറ്റൽസിന്റെ ലിങ്ക് വെച്ചുകൊണ്ട് നമുക്ക് കറക്റ്റ് ഈ പറഞ്ഞ ഗാൽവാനിക് സെൽ ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ ഇതിനകത്ത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതുമായിട്ടുള്ള സെൽ എന്ന് പറയുന്നത് ഡാനിയൽ സെല്ലാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് തന്നെ നമുക്ക് ഈ ഗാൽവാനിക് സെല്ലിന്റെ രണ്ട് ഭാഗമായിട്ട് പറയാറുണ്ട്. അതിനകത്ത് ഒന്ന് ആനോഡും അടുത്ത ഭാഗം എന്ന് പറയുന്നത് കാഥോഡുമാണ്. ആനോഡും കാഥോഡും. നമ്മൾ ടെസ്റ്റിൽ അതിന്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ള 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള അതേ ഡീറ്റെയിൽ തന്നെയാണ്. അതൊരു സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലും അതേ കണക്ക് കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലും താഴ്ത്തി വെച്ചിരിക്കും. ഈ രണ്ട് സൊല്യൂഷൻസിനെ തമ്മിൽ സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കും. ഇത് കൂടാതെ നമ്മൾ അതിനകത്ത് രണ്ട് ഇലക്ട്രോഡുകളെയും തമ്മിൽ കോപ്പർ വെയർ ഉപയോഗിച്ച് ഒരു വോൾട്ട് മീറ്റർ വഴി കണക്ട് ചെയ്തിരിക്കും. വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവ് സൈഡാണ് നമ്മൾ ആനോഡിന്റെ പാർട്ടായിട്ട് പറയുന്നത്, പോസിറ്റീവ് സൈഡാണ് കാഥോഡ്. ഓക്കെ, ഇത് കൂടാതെ നമ്മൾ സാധാരണയായിട്ട് പറയുമ്പോൾ ഇതിനകത്ത് സാൾട്ട് ബ്രിഡ്ജ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു സാൾട്ട് സൊല്യൂഷൻ. നമ്മൾ സാധാരണയായിട്ട് KCl, പൊട്ടാസ്യം ക്ലോറൈഡോ പൊട്ടാസ്യം നൈട്രേറ്റ്, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സാൾട്ട് സൊല്യൂഷൻ നമ്മൾ ഒരു യു ഷേപ്പ് ട്യൂബിനകത്ത് ഫില്ല് ചെയ്തിരിക്കും. അപ്പൊ അത് രാഗരഗർ ജെല്ലി അകത്തുള്ള സംഭവം വെച്ചുകൊണ്ട് ഫില്ല് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്ന സംഭവമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സാൾട്ട് ബ്രിഡ്ജിന്റെ ഒരു അറേഞ്ച്മെന്റ് ആയിട്ട് പറയുന്നത്. ആക്ച്വലി അതൊരു ഗ്ലാസ് ട്യൂബ് ആയിട്ടാണ് പറയപ്പെടുന്നത്. നമ്മൾ ഫിൽറ്റർ പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്ത് അത് ചെയ്യാവുന്നതാണ്. അതിന്റെ ചെറിയ വെർഷൻ എക്സ്പെരിമെന്റിന് വേണ്ടി അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തുന്നത് ഇതിനകത്തുള്ള സാൾട്ട് ബ്രിഡ്ജാണ്. അപ്പൊ സാൾട്ട് ബ്രിഡ്ജിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ്. ഇതിനകത്ത് നമ്മൾ പറയുമ്പോൾ ആനോഡിന്റെ സൈഡിൽ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ ആണ്. ആനോഡിന്റെ സൈഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ആണ്. ആ ഓക്സിഡേഷന് ഇക്വേഷൻ നമ്മൾ എഴുതുന്നത് Zn gives Zn2 plus 2 ഇലക്ട്രോൺ എന്ന് പറയും. ഓക്കെ, അപ്പം ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിന്റെ ഭാഗത്ത് നടക്കുന്നത് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ആണ്. അപ്പൊ ഇതിനെ നമ്മൾ പറയും, ഇതിനെ രണ്ടിനെയും ഹാഫ് സെൽ എന്നൊക്കെയാണ് പറയുന്നത്. റിഡോക്സ് കപ്പിൾ എന്നോ അല്ലെങ്കിൽ ഹാഫ് സെൽ എന്നൊക്കെ പറയും. അപ്പം ഓക്സിഡേഷൻ ഹാഫ് സെൽ എന്ന് അറിയപ്പെടുന്നത് ഈ ഒരു ആനോഡിനെയാണ് ഓക്സിഡേഷൻ ഹാഫ് സെൽ എന്ന് പറയാറ്. ടെസ്റ്റിൽ അങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് അതിലൂടെ പറഞ്ഞത്. അപ്പൊ ഓക്സിഡേഷൻ ഹാഫ് സെൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആനോഡിനെ. ആനോഡിന്റെ ഭാഗത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു പറഞ്ഞു. അപ്പൊ ആ സിങ്ക്
ഓക്സിഡേഷൻ സംഭവിക്കുന്നതിന്റെ ഫലമായി Zn2+ അയോണുകളായിട്ട് മാറിയിട്ട് ആ സൊല്യൂഷനിലേക്ക് എത്തും. അടുത്തത് ഈ ഇവിടെ ഫ്രീ ആവുന്ന ഇലക്ട്രോൺസ് നമ്മൾ ആ ഔട്ടർ സർക്യൂട്ട് വഴി ഫ്ലോ ചെയ്ത് വോൾട്ട്മീറ്റർ വഴി കടന്ന് കാഥോഡിന്റെ ഭാഗത്തേക്ക് വരും. അതിൽ ആ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് പറയാൻ നേരത്ത് അതിനകത്ത് Cu2+ അയോണുകളും SO2- അയോണുകളുമാണ് ഉള്ളത്. ഈ Cu2+ അയോണുകൾ 2 ഇലക്ട്രോണുകളെ സ്വീകരിച്ച് Cu ആയി മാറി ആ കോപ്പർ റോഡിലേക്ക് പറ്റിപ്പിടിക്കും. അപ്പൊ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് റിഡക്ഷൻ ആണ്. അപ്പം Cu2+ + 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. അപ്പൊ ഇതിനകത്ത് കോപ്പർ റോഡിലേക്ക് ഇത് പറ്റിപ്പിടിക്കും. ഓക്കെ, അപ്പൊ എപ്പോഴും ഇതാണ് ഇതിനകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയാം പ്രധാനം. അപ്പൊ ഈ 2 റിയാക്ഷന്റെ ബേസ് ആണ് നമ്മൾ ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഇതിനകത്ത് തന്നെ ആനോഡിന്റെ ഭാഗത്ത് ഓക്സിഡേഷനും കാഥോഡിന്റെ ഭാഗത്ത് റിഡക്ഷനും നടക്കും. ഇത് റിഡക്ഷൻ സൈഡ് ആയിട്ട് ഇതിനെ പറയുന്ന റിഡക്ഷൻ ഹാഫ് സെൽ എന്നും പറയും. ഈ കാഥോഡിന്റെ മറ്റൊരു പേരായിട്ട് പറയും റിഡക്ഷൻ ഹാഫ് സെൽ എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ അടുത്തത് പറയുന്നത് ഓക്സിഡേഷനും റിഡക്ഷനും. ആ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്സ് പ്ലേസ് സൈമൾട്ടേനിയസ്ലി, therefore it is commonly called റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയും. നമ്മൾ ജനറൽ ആയിട്ട് എപ്പോഴും ഓക്സിഡേഷൻ മാത്രമായിട്ട് അങ്ങനെ നടക്കുന്നതിന്റെ ബേസ് അല്ല, ഇതിനകത്ത് ഓക്സിഡേഷനും റിഡക്ഷനും ഒരേ സമയം തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിയാക്ഷൻസിനെ കോമൺ ആയിട്ട് പറയപ്പെടുന്നത് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയും ഒരുമിച്ച്. അപ്പൊ ആ റിഡോക്സ് റിയാക്ഷന്റെ ഇക്വേഷൻ നമ്മൾ എഴുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഈ ഓക്സിഡേഷനും റിഡക്ഷനും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതുന്നതാണ് റിഡോക്സ് റിയാക്ഷൻ. അപ്പൊ അതിൽ എഴുതേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഓക്സിഡേഷന്റെ ലെഫ്റ്റ് സൈഡും റിഡക്ഷന്റെ ലെഫ്റ്റ് സൈഡും ആഡ് ചെയ്ത് ലെഫ്റ്റ് സൈഡ് ആയിട്ട് എഴുതും. അതേ കണക്ക് ഓക്സിഡേഷന്റെ റൈറ്റ് സൈഡും റിഡക്ഷന്റെ റൈറ്റ് സൈഡും ആഡ് ചെയ്ത് റൈറ്റ് സൈഡ് ആയിട്ട് എഴുതും. ഇലക്ട്രോൺസിന്റെ എണ്ണം കറക്റ്റ് ആയിരിക്കും, അപ്പുറം ഈക്വൽ ആയിരിക്കും, അത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പുറം ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടാണ്. ഇവിടെ റൈറ്റ് സൈഡിലാണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് ഇലക്ട്രോൺസിന്റെ ഇൻവോൾവ്മെന്റ് പറയുന്നത്. അപ്പൊ അതങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും, ബാക്കി ആഡ് ചെയ്ത് അങ്ങ് എഴുതിയായി. അപ്പൊ റിഡോക്സ് റിയാക്ഷൻ നമ്മൾ എഴുതുന്നതെന്ന് പറഞ്ഞാൽ ആദ്യമേ ആനോഡിന്റെ ഭാഗമാണ് Zn + Cu2+. അപ്പൊ ഇത് നമ്മൾ സോളിഡ് എന്നുള്ള ഇതിന്റെ സ്റ്റേറ്റ് ഇവിടെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. Zn + Cu2+. ഇത് സോളിഡ് എന്നുള്ളതാണ്, ഇത് അക്വസ് ആണ്. ഗീവ്സ് Zn2+ + Cu. അപ്പൊ ഇവിടെ ഇത് അക്വസ് ആയിരിക്കും, ഇവിടെ ഇത് സോളിഡ്. അപ്പൊ ഇതാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ബേസ് ആണ്. ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ചാണ് നടക്കുന്നത്, അതുകൊണ്ട് അതിനെ ഒരുമിച്ച് പറയുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഈ ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ ഈ ഡാനിയൽ സെല്ലിന്റെ റിഡോക്സ് റിയാക്ഷൻ ഈ രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് കൂടാതെ ഈ ഡാനിയൽ സെല്ലിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നിങ്ങളൊന്ന് കാണാൻ അറിഞ്ഞിരിക്കണം. 1 പോയിന്റ്, അതായത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ. ഓക്കെ, സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ഓഫ് ഡാനിയൽ സെൽ എന്ന് പറയുന്നത് 1.1 വോൾട്ട് ആയിരിക്കും. അത് പെർമനന്റ് ആണ്, അതൊന്ന് ഓർത്തിരിക്കും. ഓക്കെ, ഇനി ഇത് കൂടാതെ ഇതിനകത്ത് പറയുന്ന സംഭവം, അപ്പൊ ഈ റിയാക്ഷൻ വരെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ള. ഒരു കാര്യം കൂടെ, എപ്പോഴും ആനോഡിന്റെ ഭാഗത്തു നിന്നും പാർട്ടിൽ നിന്നും അതേ കണക്ക് കാഥോഡിന്റെ ഭാഗത്തേക്കാണ് ഇലക്ട്രോണുകളുടെ ഫ്ലോ. നിങ്ങൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സംഭവം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഫിസിക്സിൽ പഠിക്കുന്നതാണ്. കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഈസ് കാൾഡ് ഇലക്ട്രിസിറ്റി എന്നുള്ള ഒരു ഡെഫിനേഷൻ പറയുന്നുണ്ട്. അപ്പൊ അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രോണുകളുടെ ആ ഒരു ഫ്ലോയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഉണ്ടാകുന്നു, മീൻസ് ഇലക്ട്രിസിറ്റി ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് ആനോഡിൽ നിന്നും കാഥോഡിലേക്കാണ് ഇലക്ട്രോൺസിന്റെ ഫ്ലോ. ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ എന്ന് പറയുന്നത്. അതായത് കാഥോഡിൽ നിന്നും ആനോഡിലേക്കായിരിക്കും ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും കാഥോഡിൽ നിന്നും ആനോഡിലേക്ക്. പക്ഷേ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ആനോഡിൽ നിന്നും കാഥോഡിലേക്കായിരിക്കും. ഈ ഒരു വ്യത്യാസം കൂടെ ഒന്ന് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇത്രയുമാണ് നമ്മൾ ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ എന്നുള്ള ഒരു ബേസ് വെച്ചുകൊണ്ട് പറയുന്നത്. അടുത്തത് ഇനി പഠിക്കാനുള്ളത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ടേമാണ്. ഇതിനകത്ത് നമ്മൾ ഡെറിവേഷൻ്റെ ഒരു ഭാഗം പറയാൻ നേരത്ത് അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന ഒരു ടേമാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഡിനോട്ട് ചെയ്യുന്നത്
ഈ എം എൻ പ്ലസ് ബാർ എം ഉപയോഗിച്ചാണ്. ഈ എം എൻ പ്ലസ് ബാർ എം നമ്മൾ ജനറൽ ആയിട്ടാണെങ്കിൽ ഇപ്പം സിങ്കിന്റെ ബേസ് ആണെങ്കിൽ ഈ ഇസഡ് എൻ 2 പ്ലസ് ബാർ ഇസഡ് എൻ എന്നുള്ളൊരു ബേസിലേക്ക് മാറും. അപ്പൊ ആ എം എന്ന് പറയുന്നത് മെറ്റലിന്റെ ഏത് മെറ്റലാണോ ആ ഒരു ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എം ആണ്. ക്യാപിറ്റൽ എം കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയും ഈ എം എൻ പ്ലസ് ബാർ എം. The potential difference develops between electrode and an electrolyte is called electrode potential എന്നാണ് അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള വെർഷൻ. അതായത് ഒരു ഇലക്ട്രോഡ് ഇലക്ട്രോലൈറ്റിൽ മുങ്ങിയിരിക്കുമ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പൊട്ടൻഷ്യൽ ആണ് യഥാർത്ഥത്തിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഈ എം എൻ പ്ലസ് ബാർ എം കൊണ്ട് സൂചിപ്പിക്കും. ഓക്കെ, ഇനി അതിനകത്ത് തന്നെ നമ്മൾ എല്ലാത്തിന്റെയും എല്ലാ ഇലക്ട്രോഡുകളുടെയും ഇപ്പം കോപ്പർ ആണെങ്കിലും സിങ്ക് ആണെങ്കിലും മഗ്നീഷ്യം ആണെങ്കിലും എല്ലാ സാധനം സിൽവർ ആണെങ്കിലും എല്ലാത്തിന്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് ജനറൽ ആയിട്ട് ആ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു ടേം അത് മാറിക്കൊണ്ടിരിക്കും. അത് നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിട്ട് ഇത് കണ്ടുപിടിച്ചിട്ടില്ല. അത് കോൺസെൻട്രേഷൻ മാറണം. അപ്പം അറ്റ് എനി കോൺസെൻട്രേഷൻ ആണ് യഥാർത്ഥത്തിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇവിടെ കോൺസെൻട്രേഷൻ മാറുന്ന അനുസരിച്ച് ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്സ് ബിറ്റ്വീൻ ഇലക്ട്രോഡ് ആൻഡ് ആൻ ഇലക്ട്രോലൈറ്റ് ഈസ് കാൾഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നാണ് പറയുന്നത് ഓഫ് ദാറ്റ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോഡ് എന്ന് പറയും. അപ്പൊ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു അപ്പം നോർമൽ കണ്ടീഷനിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ ടേം അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E0 Mn പ്ലസ് ബാർ എം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, E0 Mn പ്ലസ് ബാർ എം. അപ്പോഴ് ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ വേറൊരു വെർഷനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിട്ട് പറയുന്നത്. അതായത് നമ്മളിപ്പോ പറയുന്ന ഒരു ഇലക്ട്രോഡ് ഇലക്ട്രോലൈറ്റിൽ മുങ്ങിയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ സ്പീഷീസും യൂണിറ്റി ആണെങ്കിൽ മീൻസ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആണെങ്കിൽ അപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ 1 മോളാർ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ 298 കെൽവിൻ ടെമ്പറേച്ചർ, അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു കണ്ടീഷൻ, അപ്പം അത് 1 മോളാർ കോൺസെൻട്രേഷൻ അതേമാതിരി 298 കെൽവിൻ ടെമ്പറേച്ചർ 1 ബാർ പ്രഷർ, ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ഒബേ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ആൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ ഡിനോട്ട് ചെയ്യുന്ന ടേം ആണ് E0 Mn പ്ലസ് ബാർ എം എന്ന് പറയാം. ഇനി ഇതിനകത്ത് തന്നെ നമ്മൾ അടുത്ത പറയുന്ന ടേം ആണ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയും. സെൽ പൊട്ടൻഷ്യൽ. ഓക്കെ, സെൽ പൊട്ടൻഷ്യൽ ഈസ് ഡിനോട്ടഡ് ബൈ ഇ സെൽ എന്ന് പറയും. ഇ സെൽ. അപ്പൊ സെൽ പൊട്ടൻഷ്യൽ ഡിനോട്ട് ചെയ്യാൻ അത് ഉപയോഗിക്കുന്ന ടേം ആണ് ഇ സെൽ എന്ന് പറയും. അപ്പൊ ഇതിനകത്ത് നമ്മൾ പറയുന്നത് ഇ സെൽ ഈക്വൽ ടു ഇ റൈറ്റ് മൈനസ് ഇ ലെഫ്റ്റ് എന്നാണ് നമ്മൾ സാധാരണയായിട്ട് എഴുതി സൂചിപ്പിക്കുന്നത്. ഇ സെൽ ഈക്വൽ ടു ഇ റൈറ്റ് മൈനസ് ഇ ലെഫ്റ്റ്. അതിനകത്ത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് അങ്ങനെയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. അപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ദ സെൽ പൊട്ടൻഷ്യൽ ഓഫ് എ ഗാൽവാനിക് സെൽ ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ കാഥോഡ് ആൻഡ് ആനോഡ്. അതാണ് അതിന്റെ ഡെഫിനേഷൻ ആയിട്ട് പറയുന്നത്. നമ്മൾ കാഥോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നിന്ന് ആനോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് യഥാർത്ഥത്തിൽ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഈ സെൽ പൊട്ടൻഷ്യലിന്റെ വാല്യൂ നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് യൂസ് ചെയ്തുകൊണ്ടാണ് കണ്ടുപിടിക്കുന്നത്. കാഥോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൽ നിന്ന് ആനോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മൈനസ് ചെയ്ത് എടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയും. അതിനെ ഈ സെല്ല് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ടേമുകളെല്ലാം ഓർത്തിരിക്കുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ എഴുതുന്ന കുറച്ച് ഡെറിവേഷനും അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഇത് ഈ ടേമുകളാണ് ഡയറക്റ്റ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേം കൂടെ
നമ്മൾ E0 സെൽ എന്ന് പറയും. E0 സെൽ. അപ്പം E0 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഊഹിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ EMN പ്ലസ് ബാർ M ഉണ്ട്. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ E0 MN പ്ലസ് ബാർ M കൊണ്ടുമാണ് ഡിനോട്ട് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ E0 സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ഓഫ് എ ഗാൽവാനിക് സെൽ. അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ E0 സെൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉദ്ദേശിക്കുന്ന E0 റൈറ്റ് എന്ന് പറയുന്നത് E0 R മൈനസ് E0 L. R means right, L means left. Okay. E0 R മൈനസ് E0 L എന്ന് പറയും. അപ്പൊ ഈ ഒരു വാല്യൂ വെച്ച്, അതായത് E0 കാഥോഡ് മൈനസ് E0 ആനോഡ്, അത് ഉപയോഗിച്ചാണ് നമ്മൾ സെൽ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇത്രയും ടേമുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമുകളാണ്. ഓക്കെ. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു സംഭവം കൂടെ പറയുന്നുണ്ട്. സെൽ പൊട്ടൻഷ്യൽ ഓഫ് എ ഗാൽവാനിക് സെൽ ഈസ് ആൾവേസ് പോസിറ്റീവ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് അത് മൈനസ് ചെയ്തെടുക്കുന്ന വാല്യൂ എന്നൊക്കെ ഇതിനകത്ത് പറയുന്നത്. പക്ഷെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഗാൽവാനിക് സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അത് പോസിറ്റീവ് വാല്യൂ തന്നെയാണ്. അത് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞ ടേമായിട്ട് ലാസ്റ്റ് പറഞ്ഞ ടേം. ഓക്കെ. അടുത്തത് ഒരു ക്വസ്റ്റ്യന്റെ ബേസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എഴുതേണ്ടത് റിഡോക്സ് റിയാക്ഷൻ ആൻഡ് സെൽ റെപ്രസെന്റേഷൻ. റിഡോക്സ് റിയാക്ഷൻ ആൻഡ് സെൽ റെപ്രസെന്റേഷൻ ഓഫ് എ ഗാൽവാനിക് സെൽ എന്ന് പറയും. അതിനകത്ത് ടെസ്റ്റിൽ പിന്നെ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ കോപ്പർ സിൽവർ സെൽ എന്നുള്ളൊരു ബേസ് ആണ് പറയുന്നത്. കോപ്പർ സിൽവർ സെൽ. ഈ സെല്ലിൻ്റെത്, ഈ തന്നിരിക്കുന്ന സെല്ലിന്റെ റിഡോക്സ് റിയാക്ഷൻ എഴുതണം, പ്ലസ് അതിനോടൊപ്പം സെൽ റെപ്രസെന്റേഷനും നമ്മൾ എഴുതണം. അപ്പൊ റിഡോക്സ് റിയാക്ഷൻ എഴുതുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ആനോഡ് റിയാക്ഷൻ എഴുതണം. ആനോഡ്, ഇവിടെ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത് കോപ്പറാണ്. അതായത് കോപ്പറും സിൽവറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി റിയാക്ടിവിറ്റി കൂടുതൽ കോപ്പറിനാണ്. അപ്പൊ എപ്പോഴും റിയാക്ഷൻ റേറ്റ് കൂടുതലുള്ള അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കൂടുതലുള്ള മെറ്റൽ ആനോഡായിരിക്കും, കുറഞ്ഞ മെറ്റലാണ് കാഥോഡായിട്ട് നിൽക്കുന്നത്. അപ്പൊ സിൽവർ ലീസ്റ്റ് റിയാക്റ്റീവ് ആണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കോപ്പറിന് കുറച്ച് റിയാക്ടിവിറ്റി ഉണ്ടെന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് കോപ്പർ ആനോഡായിട്ട് പ്രവർത്തിക്കും. അപ്പം ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ. Cu gives Cu2 plus 2 ഇലക്ട്രോൺ. ഇങ്ങനെ നമ്മൾ എഴുതും. കാഥോഡിന്റെ റിയാക്ഷൻ എഴുതാൻ നേരത്ത് തിരിച്ച് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം, Ag-യുടെ ബാലൻസി, സിൽവറിന്റെ ബാലൻസി 1 ആണ്. അപ്പൊ അത് ബാലൻസ് ചെയ്ത് എഴുതാൻ വേണ്ടി 2Ag plus 2 ഇലക്ട്രോൺ gives 2Ag. ഇങ്ങനെ എഴുതും. ഓക്കെ. അപ്പൊ 2Ag plus 2 ഇലക്ട്രോൺ gives 2Ag. ഈ രീതിയിലാണ് നമ്മൾ കാഥോഡിന്റെ റിയാക്ഷൻ, അതായത് റിഡക്ഷൻ റിയാക്ഷൻ. ആനോഡിൽ എഴുതിയത് ഓക്സിഡേഷൻ, നേരത്തെ പറഞ്ഞതാണ് ഓക്സിഡേഷനും. കാഥോഡിൽ എഴുതിയത് റിഡക്ഷനുമാണ്, റിഡക്ഷൻ. ഓക്കെ. അപ്പം ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനുമാണ്. അപ്പൊ ഈ രണ്ട് ഇക്വേഷനും റെപ്രസെന്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം റിഡോക്സ് റിയാക്ഷൻ എഴുതാം. റിഡോക്സ് റിയാക്ഷൻ അപ്പൊ നേരത്തെ പറഞ്ഞ കണക്ക് ഇത് കമ്പൈൻ ചെയ്ത് എഴുതുന്നതാണ് റിഡോക്സ് റിയാക്ഷൻ. ഇവിടെ 2 ഇലക്ട്രോൺസ് അപ്പുറം ഉണ്ട്, അത് മാത്രം ക്യാൻസൽ ചെയ്യും. ബാക്കി ആഡ് ചെയ്ത് എഴുതിയാൽ Cu plus 2Ag plus gives Cu2 plus 2Ag. ഈ രീതിയിൽ നമ്മൾ എഴുതി. ഇതാണ് ഇതിന്റെ ഈ കോപ്പർ സിൽവർ സെല്ലിന്റെ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ സെൽ റെപ്രസെന്റേഷൻ എഴുതും. സെൽ റെപ്രസെന്റേഷൻ എഴുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം
ആനോഡ്, പിന്നെ ആനോഡ് മുക്കി വെച്ചിരിക്കുന്ന ആ ആക്വസ് സൊല്യൂഷൻ, അതിന്റെ ഇലക്ട്രോലൈറ്റ്, അതിനകത്തുള്ള അയോൺ. അപ്പോഴെഴുതേണ്ടത് Cu ബാർ Cu2+, ഇങ്ങനെ എഴുതും. അത് കഴിഞ്ഞിട്ട് ഡബിൾ ബാർ, നമ്മുടെ സാൾട്ട് ബ്രിഡ്ജ് എന്നുള്ള ആ ഒരു പീസ്. എന്നിട്ട് അടുത്ത കാഥോഡിന്റെ ഭാഗം തിരിച്ചാണ് എഴുതേണ്ടത്. ഇവിടെ നമ്മൾ 2Ag+ ഇത് ബാലൻസ് ചെയ്ത് എഴുതിയെന്ന് പറഞ്ഞാൽ അതിനകത്ത് അത് എഴുതേണ്ട, അത് ഡയറക്റ്റ് എഴുതിയാൽ മതി. അപ്പൊ അതിനകത്ത് എഴുതേണ്ടത് ആദ്യമേ അക്വസ് അയോൺ ആണ് എഴുതേണ്ടത്, Ag+ ബാർ Ag. ഓക്കെ, അപ്പൊ ഈ എഴുതുന്നതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ സെൽ റെപ്രസെന്റേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതിവിടെ നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഏത് സെല്ലിന്റെ വേണമെങ്കിലും സെൽ റെപ്രസെന്റേഷൻ എഴുതാൻ ചോദിക്കാം. അതായത് നമ്മൾ കാൽക്കുലേഷനിൽ അത് വരുന്നതാണ്. ഇവിടെ ഇപ്പം ഈ അക്വസ് എന്ന് തന്നിരിക്കുന്നത് എപ്പോഴും അക്വസ് ആവണം എന്ന് വെച്ചാൽ അക്വസ് തന്നെ ആയിരിക്കും. അക്വസ് ആയിട്ടുള്ള അയോണിന്റെ കോൺസെൻട്രേഷൻ എപ്പോഴും നമ്മൾ യൂണിറ്റി ആയിട്ട് പറയത്തില്ല. സോളിഡ് ആണ് യഥാർത്ഥത്തിൽ കോൺസെൻട്രേഷൻ യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യും. പക്ഷെ അക്വസിന്റെ കോൺസെൻട്രേഷൻ അത് ചേഞ്ച് വരും. അപ്പൊ ആ കോൺസെൻട്രേഷൻ എത്ര മോളാർ ആണോ ആ വാല്യൂ അതിനകത്ത് വരാം. കാൽക്കുലേഷനിൽ ഈ അക്വസ് എന്നുള്ളതിന് പകരം ആ കോൺസെൻട്രേഷൻ ആണ് സാധാരണ തരുന്നത്. ഓക്കെ, അതുകൂടെ ഓർത്തിരിക്കുക. സെൽ റെപ്രസെന്റ് ചെയ്യുന്ന പക്ഷെ ഈ മെത്തേഡ് ഉപയോഗിച്ച് തന്നെയാണ്. ഇതിനകത്ത് ഏത് സെല്ല് വേണമെങ്കിലും നമുക്ക് എഴുതാം. ഇപ്പം മഗ്നീഷ്യം കോപ്പർ സെൽ നിങ്ങൾക്കൊന്ന് അറിയാനാണ്. മഗ്നീഷ്യം കോപ്പർ സെൽ ആണെങ്കിൽ ഡയറക്റ്റ് നമ്മളിപ്പം ഈ ആനോഡും കാഥോഡും റിയാക്ഷൻ നിങ്ങൾക്ക് എഴുതാൻ അറിയാം, സിമ്പിൾ ആയിട്ട് എഴുതാവുന്നെങ്കിൽ. അത് കഴിഞ്ഞിട്ട് സെൽ റെപ്രസെന്റേഷൻ ആണെങ്കിൽ നമ്മൾ Mg ബാർ Mg2+ ഡബിൾ ബാർ Cu2+ ബാർ Cu. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ മഗ്നീഷ്യം കോപ്പർ സെല്ലിന്റെ സെൽ റെപ്രസെന്റേഷൻ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇത് എഴുതാനുള്ള നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് മെഷർമെന്റ് ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. മെഷർമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്നതിന്റെ ഒരു മെത്തേഡാണ് ഇതിനകത്ത് പറയുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രോഡാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അഥവാ ഷീ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഷീ ചുരുക്കെടുത്താണ് നമ്മൾ ഷീ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയാം. ഇതിന് പ്രത്യേകിച്ച് ഒരു റെഫറൻസ് ഇലക്ട്രോഡാണ്. ഇതിന്റെ പൊട്ടൻഷ്യൽ എപ്പോഴും, അതായത് ഇതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നേരത്തെ നമ്മൾ പറഞ്ഞു. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ സെൽ പൊട്ടൻഷ്യൽ ഒക്കെ മെഷർ ചെയ്യുന്നത് വോൾട്ട് എന്ന് പറയുന്ന യൂണിറ്റ് ഉപയോഗിച്ചാണ്. അപ്പൊ അത് പോസിറ്റീവ് ആണ്. സെൽ പൊട്ടൻഷ്യൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അത് വോൾട്ടിലാണ് മെഷർ ചെയ്യുന്നത്. അപ്പോഴേ ഇതിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കൺസിഡർ ചെയ്തിരിക്കുന്നത് 0 ആയിട്ടാണ്. സീറോ പൊട്ടൻഷ്യൽ എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ ഇപ്പോഴും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സിങ്കിന്റെ കണ്ടുപിടിക്കണം. അപ്പോഴും നമ്മൾ ഇതിനകത്ത് കിട്ടുന്ന സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് എന്നുള്ളൊരു കണ്ടീഷനാണ് E0 Zn2+ ബാർ Zn. ഇതൊരു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡാണ്. അപ്പൊ ഇത് ഉപയോഗിച്ച് നമ്മൾ ഡയറക്റ്റ് കണ്ടുപിടിക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിരിക്കും. അപ്പൊ സിങ്കിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ ഈ പറഞ്ഞ ഒരു സൈഡിൽ ഈ സിങ്ക് സൾഫേറ്റിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ആ അറേഞ്ച്മെന്റ് കൊടുക്കും. അടുത്ത ഭാഗത്ത് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് കണക്ട് ചെയ്തിട്ട് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇതൊരു പ്ലാറ്റിനം ഇലക്ട്രോഡാണ്. പ്ലാറ്റിനൈസ്ഡ് പ്ലാറ്റിനം ഇലക്ട്രോഡ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അത് താഴ്ത്തി വെച്ചിരിക്കുന്നു. അത് 1 മോളാർ HCl സൊല്യൂഷൻ, അതായത് അതിന്റെ ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ എപ്പോഴും 1 മോളാർ ആയിരിക്കും. അതേ കണക്ക് തന്നെ 1 ബാർ പ്രഷറിൽ ഹൈഡ്രജൻ ഗ്യാസ് മുകളിൽ നിന്ന് പാസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇതിനകത്ത് ഓക്സിഡൈസ്ഡ് ഫോമിലും റെഡ്യൂസ്ഡ് ഫോമിലും ഉള്ള ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ യൂണിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിർത്തും. അതായത് ഒരുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അതിന്റെ ടെമ്പറേച്ചറും നമ്മളെല്ലാം കണ്ടീഷനും സ്റ്റാൻഡേർഡ് കണ്ടീഷനാണ്. അപ്പൊ അത് കൃത്യമായിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്ത് നിർത്തിയിരിക്കും. അപ്പൊ ഇതുമായിട്ട് കണക്ട് ചെയ്താണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന സാധനം ഏതാണോ അതിന്റെ റിയാക്ടിവിറ്റി അനുസരിച്ചാണ് ഇതിന്റെ പൊട്ടൻഷ്യൽ
അല്ലെങ്കിൽ ഇത് ആനോഡായിട്ട് ആക്ട് ചെയ്യാനും പറ്റും, ഇതിന് കാഥോഡായിട്ട് ആക്ട് ചെയ്യാനും പറ്റും. ഇതിപ്പം നോർമലി നമ്മളിപ്പം സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ടിവിറ്റി കൂടുതലാണെങ്കിൽ അത് ഉറപ്പായിട്ടും ആനോഡായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് കാഥോഡായിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അതിന്റെ കാഥോഡിന്റെ പൊട്ടൻഷ്യൽ, അപ്പം കാഥോഡിന്റെ പൊട്ടൻഷ്യൽ നിന്ന് ആനോഡിന്റെ പൊട്ടൻഷ്യൽ കുറയ്ക്കുമ്പോഴാണ് സെൽ പൊട്ടൻഷ്യൽ നമ്മൾ ഈ പറഞ്ഞ സെൽ പൊട്ടൻഷ്യൽ പറഞ്ഞത്. പക്ഷെ ഇവിടെ നമ്മളിപ്പം കിട്ടുന്ന ആ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആ ഇലക്ട്രോഡിന്റെ സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ ആയിരിക്കും കിട്ടുന്നത്. അപ്പം ഇതിന് 0 ആണ് വാല്യൂ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വാല്യൂ അപ്പം കാഥോഡിന്റെ വാല്യൂ ഈ വാല്യൂ എന്തിനും കുറയ്ക്കും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു സെൽ പൊട്ടൻഷ്യൽ ആണ് എപ്പോഴും പോസിറ്റീവ് എന്ന് പറഞ്ഞു. പക്ഷെ ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പോസിറ്റീവും വരാം നെഗറ്റീവും വരാം. അത് 2 കണ്ടീഷനും പറയുന്നു. ഓക്കെ, അത് ആനോഡും കാഥോഡും എന്നുള്ള രീതിയിൽ അത് മാറുന്ന അനുസരിച്ച് അതിനകത്ത് പോസിറ്റീവും നെഗറ്റീവും ആ ഒരു വേരിയേഷൻ വരാറുണ്ട്. പക്ഷെ സെൽ പൊട്ടൻഷ്യൽ ആണെങ്കിൽ അത് എപ്പോഴും പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഇങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് ഒരു ഇലക്ട്രോഡിന്റെ സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കും. അങ്ങനെ ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഒട്ടുമിക്ക മെറ്റൽസിന്റെയും ആ ഒരു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈ ഷീ ഉപയോഗിച്ച് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു റെഫറൻസ് ഇലക്ട്രോഡാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അഥവാ ഷീ എന്ന് പറയാൻ. എല്ലാ കണ്ടീഷനിലും ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ 0 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതില് വേരിയേഷൻ ഇല്ല. ഇത്രയും വരെ ക്ലിയർ ആയല്ലോ. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് ഇത്ര നേരം പറഞ്ഞതിന്റെ ബേസിന്. ക്യാൻ യു സ്റ്റോർ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇൻ എ സിങ്ക് പോട്ട് എന്ന് പറയും. ഓക്കെ, സിങ്കിന്റെ ഒരു ക്യാബിനില് ഈ പറഞ്ഞ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ സ്റ്റോർ ചെയ്യാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നില്ല. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, 10ാം ക്ലാസ് ബേസ് ചെയ്തും നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം സിങ്ക് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ കോപ്പറിനെ ആയിട്ട് കമ്പയർ ചെയ്യും ആസ് കമ്പയർഡ് ടു കോപ്പർ. അപ്പൊ സിങ്കിന് റിയാക്ടിവിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ സിങ്കിന് ഉറപ്പായിട്ടും ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലുള്ള കോപ്പർ അയോണുകളെ ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്തുള്ളത് Cu2+ഉം SO4 ഈ അയോണുകളായിട്ടാണ് ഈ സൊല്യൂഷനിൽ നിൽക്കുന്നത്. ഈ Cu2+ അയോണുകളെ ഡിസ്പ്ലേസ് ചെയ്യാൻ ഈ പറഞ്ഞ സിങ്കിന് സാധിക്കും. അതിനെയാണ് അത്തരത്തിലുള്ള റിയാക്ഷനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അതായത് ഒരു മെറ്റലിന് അതിനേക്കാൾ റിയാക്ടിവിറ്റി കുറഞ്ഞ മറ്റുള്ള എല്ലാ മെറ്റൽസിനെയും അവയുടെ സാൾട്ട് സൊല്യൂഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിലുള്ള റിയാക്ഷൻസിനെ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ്. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് ആർ റിഡോക്സ് റിയാക്ഷൻസ് എന്നാണ് പറയുന്നത്. എല്ലാ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനും റിഡോക്സ് റിയാക്ഷൻ ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഒരു ബേസ് ഇതിനകത്തുള്ളതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഒരു മെറ്റൽ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ എന്ന് പറയുന്നത് ഇതിനകത്ത് സിങ്ക് ആണ്. അപ്പൊ സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കും. അപ്പം സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞ ഓക്സിഡേഷൻ ആണെങ്കിൽ Zn gives Zn2+ plus 2 ഇലക്ട്രോൺ. ഈ ഇലക്ട്രോണുകളെയാണ് Cu2+ സ്വീകരിച്ചിട്ട് അത് Cu ആയിട്ട് മാറും. ഇതിന്റെ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന നേരത്ത് Zn plus Cu2+ gives Zn2+ plus Cu. അപ്പൊ ഇതാണ് ഇതിന്റെ റിയാക്ഷന്റെ ബേസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന്റെ കറക്റ്റ് ആയിട്ടുള്ള ഇത് നമ്മൾ എഴുതാനാണെങ്കിൽ ഇത് ഡയറക്റ്റ് ഇത് കണക്കാണ് കൊടുക്കുന്നത്. Zn plus CuSO4 gives ZnSO4 plus Cu. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിനകത്ത് നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം സിങ്ക് കൊണ്ടുണ്ടാക്കിയ ഒരു ക്യാബിനിൽ കോപ്പർ സൾഫേറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് ബ്ലൂ കളറുടെ സൊല്യൂഷൻ ആണ്. Cu2+ അയോണുകളുടെ പ്രസൻസ് കൊണ്ടാണ് ഇതിന് ബ്ലൂ കളർ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ സിങ്ക് ഉപയോഗിച്ചുള്ള ക്യാബിനിൽ ഇത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ബ്ലൂ കളർ കുറേശ്ശെ കുറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കും. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ സിങ്ക് സൾഫേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. സിങ്ക് സൾഫേറ്റ് കളർലെസ് ആയിട്ടുള്ള ഒരു
സൊല്യൂഷൻ ആയിട്ടാണ് പറയുന്നത്. അപ്പൊ കുറേശ്ശെ മാക്സിമം ഇതിന്റെ കളർ എന്തിനും അങ്ങ് കുറയും. ഇത് മാക്സിമം അതിന്റെ അങ്ങേയറ്റം ലെവലിലേക്ക് ഇത് റിയാക്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ, കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ സൊല്യൂഷൻ പൂർണ്ണമായും നീല കളർ ഇല്ലാതാവും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൂടെ നിങ്ങൾ അറിഞ്ഞ് വെച്ചിരിക്കുക. നെയിംസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ, നെയിംസ്ഡ് ഇക്വേഷൻ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ചാപ്റ്ററിൽ. എക്സാമിന് ഒരുപാട് ചോദിച്ചിട്ടുള്ളത് ഒരാളുടെ പേരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതാണ്. അപ്പൊ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത് നെയിംസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ. അപ്പൊ ജനറൽ ആയിട്ട് ഇത് എന്ത് തമ്മിലുള്ള റിലേഷൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും തമ്മിലുള്ള ഒരു റിലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡെറിവേഷൻ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ആണ് യഥാർത്ഥത്തിൽ നെയിംസ്ഡ് ഇക്വേഷൻ എന്ന് പറയാം. അതിന്റെ ബേസ് ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പൊ നമ്മൾ അതിനകത്തൊരു റിഡക്ഷൻ റിയാക്ഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. Mn plus n electron gives M solid. അതായത് ഇവിടെ ഇപ്പം Cu2 plus 2 electron gives Cu ആണ്, അങ്ങനെയാണ്. അല്ലെങ്കിൽ Zn2 plus 2 electron gives Zn. അപ്പൊ ആ ഒരു റിഡക്ഷൻ റിയാക്ഷൻ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഈ ഇക്വേഷൻ ഡയറക്റ്റ് ആയി കാണാൻ പഠിച്ചാൽ മതി. E Mn plus bar M equal to E0 Mn plus bar M minus RT by NF Ln M by Mn plus. ഇതാണ് ഈ ഇക്വേഷൻ ആയിട്ട് നമ്മൾ പറയുന്ന സംഭവം. നെയിംസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് അതാണ്. E Mn plus bar M equal to E0 Mn plus bar M minus RT by NF Ln M by Mn plus. ഇതാണ് അതിന്റെ ആ ഒരു റിലേഷൻ ആയിട്ട് നമ്മൾ എഴുതുന്നത്. ഇതിനകത്ത് തന്നെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈം എന്ന് പറയുന്നത് M എന്ന് പറയുന്ന സോളിഡ് സ്പീഷീസ് ആണ്. ഇവിടുത്തെ ഈ സോളിഡ് ആയിട്ടുള്ള ഈ സാധനം, ഇതിന്റെ കോൺസെൻട്രേഷൻ എപ്പോഴും നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുന്നതിന്റെ മോളാർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ടൈമാണ്. അത് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് സോളിഡ് ഈസ് ആൾവേസ് യൂണിറ്റി എന്നാണ് പറയുന്നത്. അപ്പം നോർമൽ കണ്ടീഷനിൽ അത് യൂണിറ്റി ആയിട്ട്, അതായത് 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ ഒന്നുകൂടെ മാറും. ഈ ലെഫ്റ്റ് സൈഡ് അതേ കണക്ക് തന്നെ, റൈറ്റ് സൈഡിൽ E0 Mn plus bar M minus RT by NF Ln 1 by Mn plus എന്നായി മാറും. ഇതാണ് നെയിംസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ Mn plus bar M equal to E0 Mn plus bar M minus RT by NF Ln 1 by Mn plus എന്ന് പറയാം. ഇതിലെ ഓരോ ടേമുകളും നമുക്ക് പറയാം. കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ടേമുകളാണ്, നേരത്തെ ഞാൻ പറഞ്ഞതാണ്. ഈ ടേം എന്ന് പറയുന്നത് ഈ Mn plus bar M എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ആൻ ഇലക്ട്രോഡ് അറ്റ് എനി കോൺസെൻട്രേഷൻ, അതാണ് ഇവിടെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ Mn plus bar M എന്ന് പറയും. ഇവിടെ കൊടുത്തിരിക്കുന്ന E0 Mn plus bar M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദാറ്റ് ഇലക്ട്രോഡ്. അപ്പൊ ഇവിടെ സിങ്ക് ആണെങ്കിൽ ഇവിടെ നമ്മൾ സിങ്ക് തന്നെ ആയിരിക്കണം. ഓക്കെ, ഇവിടെ കോൺസെൻട്രേഷൻ ഏതോ ആവും, പക്ഷെ ഇവിടെ ഇത് പെർമനന്റ് കാര്യം. ഈ വാല്യൂ കണ്ടുപിടിച്ച് നേരത്തെ നമ്മൾ ഷീ എന്ന് പറയുന്നത് അതുമായിട്ട് കണക്ട് ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ആ പെർമനന്റ് കാര്യമാണ്. ഇപ്പൊ E0 Cu2 plus bar Cu എന്ന് പറയുന്നത് പല പല വാല്യൂസ് വരത്തില്ല, പക്ഷെ ഈ Cu2 plus bar Cu എന്നുള്ളത് വേറെ വേറെ വാല്യൂസ് വരാം, പക്ഷെ ഇത് പെർമനന്റ് ആണ്, ഇത് മാറത്തില്ല. ഓക്കെ, അപ്പൊ ഇത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ഇത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറ്റ് എനി കോൺസെൻട്രേഷനുമാണ്. ഇനി ഇവിടെ പറയുന്ന ഓരോ ടേം R എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. R എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റന്റ് നിങ്ങൾക്ക് വേറൊരു ചാപ്റ്റർ പഠിക്കാനുള്ളതാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറയും ഗ്യാസ് കോൺസ്റ്റന്റ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, 8.314 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് ആണ് ആറിന്റെ വാല്യൂ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആയിരിക്കും. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ്ഡ് ഇൻ ദി റിയാക്ഷൻ, അതാണ് N എന്ന് പറയുന്നത്.
എഫ് ഈസ് ദി ഫാരഡേ കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. ഫാരഡേ കോൺസ്റ്റന്റ് ആണ് എഫ് എന്ന് പറയുന്നത്. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 96487 കൂളോം മോൾ ഇൻവേഴ്സ്. അപ്പം അതാണ് നമ്മൾ അതിന്റെ വാല്യൂ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 96487, അതായത് 96487 കൂളോം മോൾ ഇൻവേഴ്സ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഫാരഡേ കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് പറയുന്നത്. അത് നമ്മൾ റൗണ്ട് ഫിഗർ ആയിട്ട് എടുക്കുമ്പോൾ ചില പ്രോബ്ലത്തിലൊക്കെ 96500 എന്നുള്ള ബേസും പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു വാല്യൂ ആണ് യഥാർത്ഥത്തിൽ ഫാരഡേ കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, അത് മാറത്തില്ല. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/, ഇവിടെ ലോഗ് അപ്ലൈ ചെയ്യുന്നു. ഇവിടെ നാച്ചുറൽ ലോഗ് എന്നുള്ള ഒരു ബേസ് ആണ് നമ്മൾ പറയുന്നത്. അത് രണ്ട് രീതിയിലുണ്ട്. ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസ് 10 പറയാറുണ്ട്, പക്ഷെ ഇവിടെ നാച്ചുറൽ ലോഗ് എന്നുള്ള ഒരു ബേസ് പറയുന്നു. താഴെ എഴുതിയിരിക്കുന്ന ഈ mn+ എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഈ റിയാക്ഷൻ എഴുതിയപ്പോൾ ആദ്യമുള്ള അക്വസ് അയോണിന്റെ ആ കോൺസെൻട്രേഷൻ ആണ് ഇവിടെ mn+ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത്രയുമാണ് നമ്മൾ ഈ ഇക്വേഷന്റെ ബേസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മൾ നെയിൻസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ.